കോഴ്സ് ചെയ്യുന്നത്? കൂട്ടുകാരെ, ഇന്ന് ഗാന്ധി ജയന്തിയല്ലേ? ലോകരാജ്യങ്ങൾ ഇന്നും ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ആയിഷ, ഇന്ന് സേവന ദിനം കൂടിയാണ്. നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിനം കൂടിയാണിന്ന്. നമ്മുടെ ബാപ്പുജിയെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നോട്ടെ. ഗാന്ധിജി കുട്ടികളുടെ ബാപ്പുജിയാണ്. ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദിന്റെയും പുത്ലിബായിന്റെയും മകനായി ജനിച്ചു. 1883-ൽ ഗാന്ധിജി കസ്തൂർബായെ വിവാഹം കഴിച്ചു. ഗാന്ധിജി പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലെ നിയമ പഠനത്തിന്റെ ശേഷം ഇന്ത്യയിൽ ബോംബെയിലായിരുന്നു. 1894-ൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നാഷണൽ ഇന്ത്യൻ കോൺഗ്രസ് സംഘടന രൂപീകരിച്ചു. 1904-ൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി ആരംഭിച്ചു. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1906 സെപ്റ്റംബറിലായിരുന്നു. 1914-ൽ ദക്ഷിണാഫ്രിക്ക ഉപേക്ഷിച്ച് ഗാന്ധിജി ഇന്ത്യൻ മണ്ണിലേക്ക് മടങ്ങിയെത്തി. ഇനി ഞാനും ആയിഷയും സ്കൂളിലേക്ക് വേണ്ടി ചെയ്ത കുറച്ച് പരിപാടികൾ നിങ്ങളുമായി പങ്കുവെക്കാം. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് ഐഷ നസ്മ. ഞാൻ LKGയിലാണ് പഠിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 2. ഇന്ന് ഗാന്ധിജി ജയന്തിയല്ലേ? കൂട്ടുകാർക്കൊക്കെ അറിയാമോ? ഞാൻ ഗാന്ധിജി കുറച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആരാണ് നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ? ആരാണ് ഗാന്ധിജി? നമ്മുടെ ബാപ്പുജി ഗാന്ധിജി. ഗാന്ധിജി എവിടെയാ ജനിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഗുജറാത്തിലെ പോർബന്ദറിൽ. നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി അപ്പൂപ്പൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഗാന്ധിജി കുറേ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജി ജനിച്ചതാണ് ഒക്ടോബർ 2. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മുഴുവൻ പേരാണ്. ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഉറക്കം മുഴിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയതാണ് സ്വാതന്ത്ര്യം. ഗാന്ധിജി 1948-ൽ വെടിയേറ്റു മരിച്ചതാണ്. നമുക്കെന്നും നമ്മുടെ ഗാന്ധിജിയെ ഓർമ്മിക്കാം. സ്നേഹത്തിനും സമാധാനത്തിനും സഹോദര്യത്തിനും വേണ്ടി പോരാടിയ
മഹാത്മാ ഗാന്ധിജി. ഇവിടെ എൻ്റെ കൊച്ചു പ്രസംഗം തീർന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഞാൻ ഫാത്തിമ നൈഫ. എക്സലൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവർക്കും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും നമസ്കാരം. ഗാന്ധിജിയുടെ കുറച്ച് മഹത്വജനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഹിംസയിൽ നേടുന്ന വിജയം അത് വിജയമല്ല, തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ്. ഗാന്ധിജി പറയുന്ന വാക്കുകൾ എൻ്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയുകയില്ല. ലോകത്തിൽ നിങ്ങൾ യഥാർത്ഥ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ്. ഏറ്റവും മാന്യമായ രീതിയിൽ ലോകത്തെ വിറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കഠിനമായ ദാരിദ്ര്യത്താൽ വിശക്കുന്നവന്റെ മുമ്പിലേക്ക് ദൈവത്തിന് റൊട്ടിയായി പ്രത്യക്ഷപ്പെടാനാവും. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു. ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളാകുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ഗാന്ധിജിയെ സ്മരിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. കണ്ണിട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതു നേടി തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. തൊഴുകയിലൂടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മോടോടുകയാണ് അപ്പൂപ്പൻ. ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. പല്ലില്ലാതെ മൂടകാലം. ഇന്ന് ഒക്ടോബർ 2. ഇന്ന് ഗാന്ധി ജയന്തി. താങ്ക് യു.